മുഅ്മിനാത്തുകൾ. നമ്മുടെ ഈ സംഗമം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമുഖങ്ങൾ നീട്ടി പറയാതെ വിഷയത്തിന്റെ കാമ്പിലേക്ക് നേരെ കടക്കാം. വിശ്വാസിയുടെ വർഷാരംഭമാണ് മുഹറം. മുഹറത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിൽ ഫോക്കസ് ചെയ്യാതെ പുതിയൊരു വർഷം വരുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങളെ, ചില ബോധ്യങ്ങളെ സൂചിപ്പിക്കുക എന്ന് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. അഞ്ച് പോയിന്റുകളിലായിട്ടാണ് ഇന്നത്തെ ക്ലാസ് ക്രമീകരിച്ചിട്ടുള്ളത്. പുതിയൊരു വർഷം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ട ആലോചനകളെയാണ് 5 പോയിന്റുകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തത്, നമുക്ക് മാറ്റം വേണം എന്ന് നമ്മളിൽ ബോധം ഉണ്ടാവണം. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഒരുത്തന്റെ ഇന്നലെയും ഇന്നും ഒരേപോലെ ആവാൻ പാടില്ല. ഒരുത്തന്റെ ഇന്നലെയും ഇന്നും ഒരേപോലെ ആവാൻ പാടില്ല. ഇന്നലത്തതിനേക്കാൾ എന്തെങ്കിലും ഒരു മാറ്റം ഇന്ന് ഉണ്ടാവണം. നമ്മൾ മാറ്റങ്ങൾക്ക് തയ്യാറാവണം. ഞാൻ നന്നായി എന്ന് തോന്നുകയോ ഞാൻ നന്നാവൂല എന്ന് വിചാരിക്കുകയോ ചെയ്യുമ്പോഴാണ് മാറ്റങ്ങൾ ഇല്ലാതിരിക്കുന്നത്. എന്നിൽ കുറെ മാറ്റങ്ങൾ സാംസ്കാരികമായി, വൈജ്ഞാനികമായി മാറാനുണ്ട് എന്ന് നമ്മളിങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ബദറിന്റെ തലേന്ന് നബിയെ ഇവിടെ ടെന്റ് കെട്ടിയാലോ, തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി അപ്പുറത്തിരുന്നാലോ എന്ന് പറയുന്ന സ്വഹാബിയോട് ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റെഡിയാണ് മാറാന്. അക്മലുൽ ഖൽഖായ അക്കൽ, ഏറ്റവും ബുദ്ധിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ ഇവിടെ ഇരുന്നത് തങ്ങളുടെ ഇഷ്ടപ്രകാരമാണോ അല്ല അള്ളാഹുവിന്റെ വഹീ പ്രകാരമാണോ? തങ്ങളുടെ ഇഷ്ടപ്രകാരമാണെങ്കിൽ കുറച്ച് അപ്പുറത്തിരുന്നാൽ അകല്ലേ നല്ലത്, അവിടെ നമുക്ക് ഒരു ടെന്റ് തങ്ങൾക്ക് കെട്ടിയാൽ അവിടുന്ന് യുദ്ധം, സമരം നിരീക്ഷിക്കാലോ എന്ന് പറയുന്ന അനുചരനോട് ഐ ആം റെഡി ഫോർ ചേഞ്ച്, ഞാൻ മാറ്റത്തിന് റെഡിയാണ് സ്വഹാബത്തെ എന്നാണ് തങ്ങൾ പറയുന്നത്. അപ്പൊ ആര് ഉപദേശിച്ചാലും ആരെന്ത് പറഞ്ഞെന്നാലും നമ്മൾ മാറ്റത്തിന് റെഡി ആവണം. അപ്പൊ നമ്മൾ ഈ ഒരു തിരുത്താരെങ്കിലും ഉണർത്തിയാൽ, തിരുത്തേണ്ട ഒരു കാര്യം ഉണർത്തിയാൽ അത് നമ്മൾ റെഡി ആവണം സ്വീകരിക്കാൻ. നിങ്ങൾ ആ പ്രസംഗത്തിൽ ആ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ ആ സംഘാടനത്തിൽ ആ നടത്തിയത് ശരിയല്ല, നിങ്ങൾ അങ്ങനെ അയാളോട് പറയേണ്ടിയില്ലായിരുന്നു, നീ ആരാ പറയാൻ എന്ന ചിന്ത പറയലല്ല, മനസ്സിൽ തന്നെ വരാൻ പാടില്ല. ഖബൂലുൽ ഹക്ക് കുറഞ്ഞുപോയ ഒരു കാലം എന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ കാലത്തെ കുറിച്ച് 600 കൊല്ലം മുമ്പ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു. സത്യം സ്വീകരിക്കാനുള്ള മനസ്സ് കുറഞ്ഞുപോയ കാലം എന്നാണ് അൽ ഫതുഹുൽ മുബീൻ ഇബ്നു ഹജർ തങ്ങൾ അക്കാലത്തെ തന്നെ വിശേഷിപ്പിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമ്മൾ ആരെന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ റെഡിയാവും. നന്മയുടെ മനസ്സോടുകൂടി ഒരാൾ നമ്മളോട് പറയുന്നു എന്ന് തോന്നിയാൽ ഉടനെ സ്വീകരിക്കണം. അത് ഇത്ര ചെറിയ ആളാണെങ്കിലും വലിയ ആളാണ്, റെഡിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വീട്ടിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ എന്താണ് തെറ്റ് നടക്കുന്നത് എന്ന് നിരീക്ഷിച്ചപ്പോ, തെറ്റ് ചെയ്താൽ ശിക്ഷയില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചപ്പോ
ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് തിരിച്ചു പറയേണ്ടത്, നിങ്ങളല്ലേ തെറ്റ് ചെയ്ത ആള്, വേറൊരാളുടെ തെറ്റ് ചൂഴ്ന്ന് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്പോട്ടിൽ പറയാണ്, പൊരുത്തപ്പെടണം, സംഭവിച്ചു പോയതാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. ഐ ആം റെഡി ഫോർ ചേഞ്ച്, ഞാൻ മാറ്റത്തിന് റെഡിയാണ്. എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ മുദരിസാണെങ്കിലും, ഖാളിയാണെങ്കിലും, ഉപ്പയാണെങ്കിലും, ഉമ്മയാണെങ്കിലും, നമുക്ക് പറഞ്ഞു തരുന്ന ആളെ നോക്കാതെ ഉന്നുർ ഇലാ മൻ ഖാൽ, ഉന്നുർ ഇലാ മാ ഖാൽ, പറയുന്നതിലേക്ക് നോക്കുക. വലാ തൻദുർ ഇലാ മൻ ഖാൽ, ആര് പറയണമെന്നല്ല, തിരുത്തേണ്ട കാര്യമാണെങ്കിൽ തിരുത്തണം. ഇതാണ് ഒരു നല്ല മനുഷ്യന്റെ അടയാളമായിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക, എത്ര ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ ചൊല്ലുന്ന ഉസ്താദ് പറയുന്നതായിരിക്കും. അതൊക്കെ പറയുമായിരിക്കും ചിലപ്പോൾ ക്ലാസ്സിൽ, ചിലപ്പോൾ ഔചാരികമായിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഒക്കെ സംഭവിച്ച് പറയുമായിരിക്കും. അതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റം. നമ്മളൊരു കൾച്ചർ രൂപപ്പെടുത്തണം. ആരെന്തുപദേശിച്ചാലും നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അത്വാഹ് ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹു ബാർബർ ഷോപ്പില് ബാർബർ അടുത്തേക്ക് പോയപ്പോ തല ഇങ്ങനെ ചെരിച്ചു കൊടുത്തു മുടി മുറിക്കാൻ. അപ്പൊ ആ ബാർബർ പറയുന്നുണ്ട്, തല മുടി മുറിക്കുന്ന സമയത്ത് വലത്തെ ഭാഗമല്ലേ ആദ്യം കാണിച്ചു തരേണ്ടത്. ശരിയാണ്, എന്റെ ഓർമ്മയിൽ നിന്ന് അത് വിട്ടുപോയി, നിങ്ങളത് പറഞ്ഞല്ലോ, ജസാക്കല്ലാഹു ഖൈറാന്ന് തിരിച്ച് അത്വാഹ് ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹു ദ്വാരക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തിരിച്ച് ദ്വാരക്കുണ്ട് അത്വാഹ് റളിയല്ലാഹു. അത്വാഹ് റളിയല്ലാഹു ആരാ? എത്ര സ്വഹാബിമാരെ കണ്ട് ദീൻ പഠിച്ച ആളാ. 40 കൊല്ലം പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്ന ആളാ. 40 കൊല്ലം. ഒരു ബാർബർ അടുത്തതാണ് ഞാന് മുടി മുറിക്കുമ്പോ ബിസ്മി അല്ലണമെന്നും വലതുഭാഗം കാണിക്കണം എന്നൊക്കെ പഠിച്ചത്. 5 മസാല എനിക്ക് ബാർബർ പഠിപ്പിച്ചെന്നു എന്ന് പറയുന്നത്. അതാണ് ശരിയായ ഒരു ആലിം, ശരിയായ ഒരു മുഅ്മിൻ, ശരിയായ ഒരു എന്താ പറയേണ്ടത്, അതാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി